ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പം നമ്മൾ ബുധനാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയും കുറച്ച് നോമ്പ് തുറൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ബുധനാഴ്ച ഒരു ചെറിയൊരു നോമ്പ് തുറണ്ട് ഇനി. അപ്പോൾ പിന്നെ അതൊന്നും വല്ലാതെ എടുത്തിട്ടില്ല കേട്ടോ. ബിരിയാണിയൊക്കെ ആയപ്പോൾ നമ്മൾ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ വ്യാഴാഴ്ചയൊക്കെ താട്ടത് അപ്പം ഒന്നും ബദിരീങ്ങളാണ്ടാണ്. അപ്പോൾ നേരം വിളിക്കുമ്പോൾ തന്നെ നമ്മൾ പത്തിരിപ്പണി തുടങ്ങുക കേട്ടോ. മറ്റേ നമ്മൾ വൈകുന്നേരം അസറിൻ്റെ അല്ല 3 മണിക്കൊക്കെ തുടങ്ങൽ. അപ്പോൾ ഇന്ന് പള്ളിക്കൊക്കെ 2 പള്ളിക്കും പത്തിരി കൊണ്ടുപോകണം. അപ്പോൾ രാവിലെ തന്നെ ആ പൊടിയൊക്കെ ഉണ്ട് വാട്ടാന്ന് വിചാരിച്ച് വാട്ടിക്കാണ് നമ്മൾ കുഴച്ച് പത്തിരി ഉച്ചയാകുമ്പോഴത്തേന് കൊണ്ടുപോകാനുള്ള കേട്ടോ. അപ്പോൾ നമ്മൾ പൊടിയൊക്കെ ഉണ്ട് കുഴക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്തിരിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ആദ്യമൊക്കെ ഇട്ടിക്കണേ. അപ്പോൾ പിന്നെ അതൊന്നും ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്ബും ഒക്കെ ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്കൊക്കെ ഇപ്പോൾ കുറഞ്ഞ് വരികയാണ്. ലൈക്ക് കുറഞ്ഞാൽ നമ്മൾ വീഡിയോ അവിടെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സറിഞ്ഞുകൊണ്ടൊന്ന് ലൈക്കൊക്കെ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ. പിന്നെ എന്തെങ്കിലും കുറവുകളൊക്കെ നമ്മളെ വീഡിയോയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും കൂടി ഒന്ന് അറിയിക്കാനൊന്നും മറക്കരുത്, മടിച്ച് നിൽക്കരുത് കേട്ടോ. നമ്മളിത് കുറച്ച് ഇടങ്ങാറായിങ്ങാണ്ട് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഒരു ഇതായി വരികയാണ്. അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മൾ മോളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ മോള് കുട്ടികളെ പേപ്പർ നോക്കിനിട്ടാ. ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞതല്ലേ. അപ്പോൾ സ്കൂൾ പൂട്ടുമ്പോഴത്തേന് റിസൾട്ടൊക്കെ കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ പേപ്പർ നോക്കിനി. അപ്പോൾ ഞാൻ പറഞ്ഞു ബദരീങ്ങളാണ്ടക്ക് പണ്ടൊക്കെ എന്തെങ്കിലും സോക്കടൊക്കെ ഉണ്ടെങ്കിൽ മാറും എന്ന് അറിയിട്ടാ. പത്തിരിപ്പണിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ പത്തിരിപ്പണിക്ക് സഹായിക്കാനൊക്കെ ഉമ്മയും വരലുണ്ട് കേട്ടോ. അപ്പം ഉമ്മാക്ക് വയ്യായിട്ടാണ്. ഉമ്മ ഉരുത്തി തരാനൊക്കെ വരും. ഇതിനെങ്ങനെ സഹായിക്കാനൊക്കെ വന്നാൽ നമുക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറും എന്നാണ് പറയലേ. ബദരീങ്ങളെ കാവൽ നമുക്ക് ഉണ്ടാവും. അപ്പോൾ പിന്നെ അത് പറഞ്ഞപ്പോൾ മോള് പേപ്പറോട് വെച്ച് ഓൾ വന്നുകാണ്ട് എനിക്ക് പരത്തി തരാം കേട്ടോ. അപ്പോൾ പിന്നെ ഓക്കൊരു സ്റ്റൈലുണ്ട്. അപ്പോൾ ആ സ്റ്റൈലിൽ ഓൾ പരത്തി തരാണ്. അപ്പോൾ ഞാൻ ഈ ചുട്ട് വെച്ചുകാണ്ട് എനിക്ക് പിന്നെ കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചുകാണ്ട് വിറകൊക്കെ എടുത്തുകൊടുക്കാണ്ട് നമ്മൾ ചുടാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ ചുടൽ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ എല്ലാം പൊള്ളണുണ്ട്. അപ്പോൾ രണ്ട് പള്ളിക്കും കൊണ്ടുപോകണം. അപ്പോൾ ഒരു പള്ളിക്കന്നേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. 2 പള്ളിക്കലും ഒപ്പം പരിപാടി നടക്കണോണ്ടേ. നോമ്പിപ്പോൾ കുറേ ആയപ്പോൾ പത്തിരിപ്പണി ഭയങ്കര മടി ഇരിക്കണില്ല. നിങ്ങൾക്കൊക്കെ മടി ഉണ്ടാകുന്നാവും. എനിക്ക് ഭയങ്കര മടി ഇരിക്കണം കേട്ടോ. ഇങ്ങനെ നോമ്പ് ചൂടുമല്ലേ ഭയങ്കരമായിട്ട്. വേറെ എന്തെങ്കിലും കടി ഉണ്ടാക്കിയാലോന്നൊക്കെ വിചാരിച്ചു. എന്നാലും തിന്നണ നേരത്ത് വിചാരിച്ചു പത്തിരി തന്നെയാണ് നല്ലതെന്ന്. അങ്ങനെയാണ് ഈ പത്തിരിൻ്റെ സ്റ്റൈലിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ പത്തിരിയൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പം ഫുള്ളായിട്ടാണ് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ എടുത്ത് വെച്ചാൽ പള്ളിക്ക് മോനിവിടെ കാത്തുക്കുക കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോന് 100 സ്കെച്ചാൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ സ്കെച്ചാണ് പോയി വന്നതാണ്. അപ്പോൾ ഇത് പിന്നെ എടുത്തേക്കാന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ പത്തിരി കൊടുക്കാനുള്ളതൊക്കെ അപ്പോൾ പത്തിരി നല്ല ചൂടുണ്ട്. അപ്പോൾ നാറിക്കോട്ടെ വിചാരിച്ചുകൊണ്ട് നമുക്കുള്ള എടുത്തേക്കും ചെയ്യുക. അപ്പോൾ ആൾക്കനുസരിച്ച് ഒരാൾക്ക് 2 പത്തിരി വീതാട്ടെ നമ്മൾ കൊടുക്കൽ. 2 പള്ളിക്കും കൊടുക്കും. അപ്പോൾ അതിൻ്റെ കൂടെ പൈസയും കൊടുക്കും. അങ്ങനെ ഇട്ട് അവിടെയൊക്കെ ചെയ്യലേ. നിങ്ങളൊക്കെ എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയില്ല. എല്ലായിടത്തും പരിപാടി ഉള്ളത് തന്നെയുള്ള. അപ്പോൾ പിന്നെ ബീഫും പത്തിരി നമുക്കത് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ എല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ പത്തിരിയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് എനിക്ക് കുളിക്കാൻ പോകണം എന്ന് വിചാരിച്ചുകാണ്ടേ. പിന്നെ അങ്ങനെ കാത്തുക്കുകയാണ്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ നല്ല ഉസാറായിട്ട് പോയി അന്നാണ് കിടന്ന് ഉറങ്ങിയിട്ടാണ്. നല്ല മനസ്സറിഞ്ഞാണ്ട് ഉറങ്ങി എനിച്ച് ഉമ്മ വന്ന് വിളിച്ചപ്പോഴാട്ടോ അറിഞ്ഞത്. അപ്പോൾ അതിന് അസ്ർ ബാങ്ക് കൊടുത്തിക്കണം. മറ്റേ ഇങ്ങനെ പണി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുമ്പോൾ പിന്നെ ഉറക്കം വരില്ല. ഇന്നിപ്പോൾ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള വെച്ചിട്ടാണ്ട് ഒരു ഉറക്കാണ്ട് ഉറങ്ങിയിട്ടോ. ഉറക്കം ഒരുപാടുണ്ട്. രാത്രിയും പകലൊക്കെ ഇങ്ങനെ ഓരോന്ന് വിചാരിച്ച് കിടക്കുമ്പോൾ നമുക്ക് ഉറക്കം കിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ വന്നുകാണ്ട് നമ്മൾ മുന്തിരി ഉണ്ടതിന് തിളപ്പിക്കാൻ വെച്ച് ജ്യൂസ് അടിച്ചാന്ന് വിചാരിച്ചിരിക്കണേ. അപ്പോൾ വെള്ളം വെച്ചിന് പത്തിരി വിട്ടടുപ്പുമ്പോൾ വെള്ളം വെച്ച് പോയതിനിട്ട് നമ്മൾ. അപ്പോൾ ആ വെള്ളമൊക്കെ ഫ്ലാസ്ക്കൊക്കെ ഒഴിച്ച് അപ്പോൾ ഉമ്മാക്കൊരു ഫ്ലാസ്ക് കൊണ്ടുപോയി കൊടുക്കും. അപ്പം ഉമ്മ അതെടുത്ത് കണ്ടിട്ട് രാവിലെ കുളിക്കൽ. ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കൽ. അപ്പോഴേ ഉമ്മക്ക് ഊരവേദനക്കൊക്കെ ആക്കണ്ടാവുള്ളൂ. അപ്പോൾ അതും കൊണ്ടുപോയി കൊടുക്കണേ. നമുക്ക് ചായക്കുള്ളതും ഒക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചാൽ തിളപ്പിച്ചാൽ നമുക്ക് ഗ്യാസിനും കുറേ ആക്കം കിട്ടും. അപ്പോൾ ഫ്ലാസ്കിലും ഒക്കെ ആക്കിയേക്കും കേട്ടോ. പിന്നെ അത്താഴത്തിന് നേരത്തെ ചായ ഉണ്ടാക്കാനുള്ളത് വെള്ളം ഒരു ഫ്ലാസ്കിലാക്കി വെക്കും. അപ്പോൾ വെള്ളമൊക്കെ കുറേ അടുപ്പുമ്മൽ വെച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഇപ്പം നല്ല തീ കത്തുമല്ലോ. അപ്പോൾ എല്ലാ വർഗവും കത്തും ചെയ്യും. അപ്പോൾ പിന്നെ കുറേ ഗ്യാസിനൊക്കെ ആക്കം വരാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറേ ആക്കം കേട്ടോ. മറ്റേ ഒക്കെ ഗ്യാസുമ്മൽ തന്നെ വെക്കുമ്പോൾ ഒരുപാട് പിന്നെ വേണ്ടേ. അപ്പോൾ ഈ ഗ്യാസ് അടുപ്പുമ്മൽ നമ്മൾ ഉരുളൻകിഴങ്ങും ഉള്ളിയെല്ലാം കൂടി കുക്കറിൽ വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് കിട്ടുമല്ലോ. ബീഫ് കിട്ടുമ്പോൾ അപ്പോൾ അതാ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ബീഫ് വരട്ടിയതല്ലേ കിട്ടൽ. അപ്പോൾ പച്ചക്കറി കേട്ടോ ചാറ് ഉരുളൻകിഴങ്ങും ഉള്ളിയെല്ലാം കൂടി. അപ്പോൾ അതൊന്ന് കുക്കറിൽ വെച്ചിക്കണേക്ക് തേങ്ങ അരച്ച് വെച്ചിക്കണേ. പിന്നെ ഞാൻ തരി കാച്ചുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെറുതായിട്ടൊന്നുണ്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ.
അപ്പം ഇന്ന് കുറേ പണിക്കൊരു ആക്കുള്ള മാതിരി രാവിലെ കൊണ്ട് പത്തിരിപ്പണി കഴിഞ്ഞ് ചെയ്ത് പിന്നെ ഇറച്ചിൻ്റെ പണിയല്ലോ ഇറച്ചി കിട്ടും എന്നുള്ള ഒരു ഇതിലിട്ടാ കിട്ടുമ്പോൾ എത്ര ഉണ്ടാവും എന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ തരി കൊഴിച്ചിക്കണേ. തരി പിന്നെ ഡെയിലി കാച്ചുട്ടാ ഒരു ദിവസമായിട്ട് കാച്ചാൻ നിന്നിട്ടുള്ളൂ. അപ്പോൾ കാക്കാക്ക് ആകെ ആ തരി കേട്ടോ വലിയ കാര്യം. തേങ്ങാപ്പാൽ ഇറങ്ങാണ്ട് തരി കുടിച്ചലാണ്. പിന്നെ അതുകൊണ്ടാട്ടോ അങ്ങനെ ക്ഷീണം മാറില്ലെന്ന് അറിയാം. അപ്പോൾ അത് മുടക്കണ്ടെന്ന് വിചാരിച്ചുകാണ്ടേ കുട്ടികളൊക്കെ പിന്നെ അര ഗ്ലാസ് പോലെ അണ്ടിപ്പരിപ്പ് തിന്നാൻ വേണ്ടിയിട്ടുള്ള കുടിയാട്ടാ. അല്ലാത്ത കുടിയൊന്നും വല്ലാതെ ഇല്ല. ഉമ്മാക്കും വലിയ തൃപ്പതില്ല, എന്നാലും ഒരു അര ഗ്ലാസ് കുടിക്കും. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ അരച്ച് പാർന്ന് നല്ല പച്ചക്കറീൻ്റെ കറിയാണ് കേട്ടോ. അപ്പോൾ ബീഫൊക്കെ പറ്റിയത് കറിയാണ് നമ്മൾ വെച്ചിട്ടുണ്ടത്. അപ്പോൾ അതൊക്കെ ഉണ്ടായിക്കണ്. അപ്പോൾ ഏതായാലും നോമ്പിപ്പോൾ രണ്ടാമത്തെ 10 കഴിഞ്ഞ് തുടങ്ങിയല്ലോ അല്ലേ. ഇനിയിപ്പോൾ ഇന്നത്തെ നോമ്പുകളാണ് ഭയങ്കര കടുപ്പയിക്കാരം കേട്ടോ. അതിങ്ങനെ പോയി കിട്ടാൻ ഭയങ്കര പണി എനിക്കറിഞ്ഞ് ഇങ്ങനെ നീണ്ട് വലിഞ്ഞ് ഇതാണ് മാതിരി വയസ്സന്മാരെ മാതിരിയാണെന്ന് പറഞ്ഞ മാതിരിയാണ്. എന്നിട്ട് ആരോഗ്യമില്ലാത്ത മാതിരിയുണ്ട്, കയ്യൂല അങ്ങനെയായിട്ട് വരലേ. ഇനി ദിവസങ്ങൾ പോയി കിട്ടാൻ ഭയങ്കര പണിയാണ്. ഇനിയിപ്പം ഡ്രസ്സ് എടുക്കണ തിരക്കാണിക്കാറില്ല എല്ലാവർക്കും. കുട്ടികൾക്കായാലും വേറെയുള്ളവർക്കായാലും ഒക്കെ ഡ്രസ്സ് എടുക്കലും അത് മാറ്റിച്ചലും അതന്നെയുള്ളല്ലേ പണി. നമുക്കിനി ചെറിയ കുട്ടികളില്ലാത്തതുകൊണ്ട് പിന്നെ അമ്മത്തെ വലിയ കമ്പല്ല, വലിയവർക്കല്ല. പോലും ഓരോരുത്തർ പോയിങ്ങാണ്ട് അങ്ങനെ എടുത്ത് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഒന്നുണ്ട് വറവിട്ട് തേങ്ങ തരിക്കഞ്ഞി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടുകാണ്ട് അതും വറവിട്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പള്ളിക്കന്ന് മോനെ കൊണ്ടുവന്നിക്കണേ. അപ്പോൾ 3 ആൾക്ക് 3 കവർ കിട്ടും കേട്ടോ. ഓരോരുത്തർക്കും ഓരോ കവർ കിട്ടും. അപ്പോൾ ഒരു പള്ളിക്കന്നേ കിട്ടുള്ളൂ. 2 പള്ളിക്കൽ ഞാൻ പറഞ്ഞില്ലേ ഒപ്പം നടക്കണോണ്ടേ. മറ്റേ രണ്ടിടത്തുനിന്നും കിട്ടീനി. ഓരോരുത്തർ കഴിഞ്ഞാണ്ട് ഓരോരുത്തർ നമ്മൾ കൊണ്ടുപോയി കൊടുക്കണ്ടല്ലേ, ഒത്തിരി പൈസയൊക്കെ കൊടുക്കണ്ടാണേ. അപ്പോൾ അപ്പം അങ്ങനെ കിട്ടില്ല. അപ്പോൾ ഒരു പള്ളിക്കന്ന് തന്നെ പത്തിരി കുറവാട്ട ഈ പ്രാവശ്യം. മറ്റേ പത്തിരി ഒരുപാടുണ്ടാവും. അപ്പോൾ കാക്കറിഞ്ഞ് ഈ പച്ചരിക്കൊക്കെ വില കൂടിയിട്ടേ മറ്റേ റേഷൻ പീടിയിൽ നിന്നൊക്കെ ഒരുപാട് പച്ചരി കിട്ടുമല്ലേ. അപ്പോൾ ആൾക്കാർക്ക് പച്ചരിക്ക് പഞ്ചുണ്ടാവില്ല. അപ്പോൾ ഈ 40-45 ഉറുപ്പ്യൻ്റെ പച്ചരി ഒന്നുകാണ്ട് പൊടിപ്പിച്ചുണ്ടാക്കിയതല്ലേ. അതുകൊണ്ടേക്കും കുറച്ച് എല്ലാ കവറിന് കുറേശ്ശെ പത്തിരി ഉള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ പത്തിരി കുറവാട്ടെ. നമുക്കുള്ള പത്തിരി ഇവിടെ എടുത്ത് വെച്ചിനി. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അത് കിട്ടുമെന്ന് വിചാരിച്ച് കാത്തു തന്നാലേ നല്ല കഥാണ് ഈ കാരം. അപ്പോൾ അതാ ബീഫ് ഇട്ടാ. ബീഫ് അത്യാവശ്യമൊക്കെ ഉണ്ട്, എല്ലും ഇറച്ചിയെല്ലാം കൂടിയിട്ട്. ഉമ്മ അങ്ങനെ വന്നു കേട്ടോ. എത്ര ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, എത്ര ഉണ്ടാവും എന്നറിയാൻ നമുക്കൊരു പൊറുതിയേടുള്ള. അപ്പോൾ 3 ഒറിയത്തട്ടത് ഇറച്ചിയും ഇതൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ നോമ്പറക്കാൻ എടുത്ത് വെച്ചിരിക്കണേ. മുന്തിരി ജ്യൂസ് ഉണ്ട്, പിന്നെ നമ്മളെ സർവത്തിൻ്റെ വെള്ളമുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ കാര്യമായിട്ട് പരിപാടി ഒന്നും ഉണ്ടാക്കലിട്ട് അതൊക്കെ നമുക്ക് നീളം നിൽക്കുള്ളൂ. മോള് പിന്നെയും നോമ്പറന്നുകാണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞാണ്ട് ഓള് പിന്നെയും പേപ്പർ നോക്കാമെന്ന് കുത്തിർന്നിക്കണം കേട്ടോ. അപ്പോൾ ഓക്ക് 2 ദിവസം ഇനിയിപ്പോൾ തന്നെയാണ് ഈ കാര്യം പണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾ വന്നതാട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. എന്നാലും ഓൾ പാത്രമൊക്കെ കുറേ മോറി തരും. പെൺകുട്ടികളായാൽ പിന്നെ അങ്ങനെയുള്ള അടുപ്പത്ത് നമുക്കൊരു കാര്യം ഉണ്ടാവും. ആൺകുട്ടികളെ മാതിരിയല്ല, ആൺകുട്ടികൾ തിന്ന് പോവില്ലുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ മുത്തായത്തിൻ്റെ കഞ്ഞിക്ക് ഞാൻ പച്ചക്കായി പിന്നെ ഉപ്പേരി വെച്ചിക്കണേ. അപ്പോൾ അന്നേരം കുറേ ചിലവാകും കേട്ടോ. അല്ലെങ്കിൽ പത്തിരി ഇന്ന് കുറവാണ്. അപ്പോൾ അവിടെ പള്ളിക്കൊന്ന് കൊണ്ടുവന്നതും ഇല്ലാതായപ്പോഴേ ഇവിടെ ഉള്ളത് ഇറച്ചിയൊക്കെ ഉണ്ടായപ്പോൾ എല്ലാവരും തിന്നും ചെയ്തിട്ടുണ്ട്. പിന്നെ ചിരങ്ങ താളിച്ചതുണ്ട്, കഞ്ഞിയുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികളും ഞങ്ങളൊക്കെ കുടിക്കണം കേട്ടോ. അപ്പോൾ കഞ്ഞിയൊന്നും ഡെയിലി വെക്കലുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.